എങ്ങനെ ഒരു നല്ല ആൻസർ എഴുതാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നല്ല ആൻസർ എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഏത് തരത്തിലുള്ള അപ്രോച്ച് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഏത് തരം അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 2 പെർട്ടിക്കുലർ ആയിട്ടുള്ള അപ്രോച്ചുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൊന്നും തന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് IBC മെത്തേഡ് എന്നുള്ളതും മറ്റൊന്ന് IBBC മെത്തേഡ് എന്നുള്ള 2 മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ IBC മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. എന്താ സംഭവം? ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി ഉണ്ടായിരിക്കും, ദെൻ കൺക്ലൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ കൺക്ലൂഷൻ, ഇത്രയും കാര്യങ്ങൾ 1, 2, 3, ഈ 3 കാര്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? IBC മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ IBBC മെത്തേഡ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ വലിയ രൂപത്തിൽ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റൈലാണ്. എന്താണ് ഈ IBBC മെത്തേഡ് എന്ന് ചോദിച്ചാൽ, സെയിം മോഡൽ, ഇൻട്രൊഡക്ഷൻ, ബോഡി ഉണ്ടായിരിക്കും, കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഒരൊറ്റ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മളൊരു പുതിയൊരു കോൺസെപ്റ്റും കൂടി നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എഴുതുന്ന ബ്രിഡ്ജ് എന്നുള്ള കോൺസെപ്റ്റ്, ബ്രിഡ്ജ്. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് സാർ ഈ ബ്രിഡ്ജ് എന്നുള്ളത്? നമ്മൾ ഇങ്ങനെ വല്ലാതെ കേട്ടിട്ടില്ലല്ലോ ഈ കോൺസെപ്റ്റ് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നോക്കൂ, നമ്മൾ സാധാരണഗതിയിൽ ആൻസർ എഴുതുകയാണെങ്കിൽ, എല്ലാവരെയും പേപ്പർ പോലെ തന്നെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ബ്രിഡ്ജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെറിയ ഓരോ ക്വസ്റ്റിനും കുഞ്ഞു കുഞ്ഞു മാർക്ക് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരിക്കാം. എല്ലാ ക്വസ്റ്റിനും ബ്രിഡ്ജ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ മെജോറിറ്റി ക്വസ്റ്റ്യൻ 19 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മൊത്തം ഉള്ളത്. ഈ 19 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 19 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ബ്രിഡ്ജ് ഇടാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒരു 5 മാർക്കോ 6 മാർക്കോ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ ഒരുപാട് മുന്നിലായിരിക്കും. 2 പേപ്പറിലും കൂടി വരുമ്പോൾ 12 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 12 മാർക്ക്. ഒരാൾ ഒരു 250 വരുന്നതും ഒരാൾ 262 വരുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾ 260 വരുന്നതും ഒരാൾ 272 വരുന്നതും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കും റാങ്കിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. എന്താണത്? ബ്രിഡ്ജ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഈ കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് ചെയ്യണം? IBBC മെത്തേഡിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനും എല്ലാം പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ IBBC മെത്തേഡിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് IBC മെത്തേഡിൽ നിന്നും നിങ്ങൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക? IBBC മെത്തേഡ് സ്ട്രക്ചറിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ബ്രിഡ്ജ്, എങ്ങനെയാ ബ്രിഡ്ജ് എന്നെല്ലാം ഞാൻ വളരെ ബാക്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഈ കാര്യങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡ് ഏതാണ്? IBBC മെത്തേഡാണ്. എല്ലാ ക്വസ്റ്റിനും IBBC മെത്തേഡ് പറ്റുമോ? പറ്റില്ല. എല്ലാ ക്വസ്റ്റിനും പറ്റില്ല. പക്ഷെ മെജോറിറ്റി ക്വസ്റ്റിൻ നമുക്ക് എന്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? IBBC മെത്തേഡ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻസ്, അതിനെന്ത് ചെയ്യാം? IBBC മെത്തേഡ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഒരേ സമയം തന്നെ ഒരു പേപ്പറിൽ IBC മെത്തേഡും IBBC മെത്തേഡും നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ സജഷൻ നിങ്ങളോടുള്ളത്, പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? IBBC മെത്തേഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം.